സമ്പത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില ഹദീസുകൾ. 1. എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ട്. എൻ്റെ സമുദായത്തിൻ്റെ നാശം സമ്പത്താകുന്നു. 2. സമ്പന്നരേക്കാൾ 500 വർഷം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കും. പാവപ്പെട്ടവരെക്കാൾ സമ്പന്നർക്ക് ധാരാളം വിചാരണയുണ്ടാകും. 3. ആട്ടിൻപറ്റങ്ങളിലേക്ക് ഇറക്കിവിട്ട വിശന്നു വലഞ്ഞ 2 ചെന്നായ്ക്കൾ ഉണ്ടാക്കുന്ന നാശത്തേക്കാൾ കൊടും ക്രൂരമാണ് സമ്പത്തിനോടും പ്രശസ്തിയോടുമുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹം അവൻ്റെ ദീനിനോട് ചെയ്യുന്നത്. 4. മനുഷ്യർക്കൊരു കാലം വരും, അന്ന് മനുഷ്യൻ സമ്പാദിക്കുന്ന ധനം ഹറാമായതോ ഹലാലായതോ എന്നൊന്നും ഗൗനിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു അമൽ അവിടുന്ന് പഠിപ്പിച്ചു തരണം. ഞാനത് പ്രവർത്തിച്ചാൽ അള്ളാഹുവും മനുഷ്യരും എന്നെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഐഹിക ആഡംബരങ്ങളെ നീ കൈവെടിയുക, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ പക്കലുള്ളത് നീ മോഹിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങളും നിന്നെ തൃപ്തിപ്പെടും. അള്ളാഹു ഈമാൻ നൽകി